പ്രിയപ്പെട്ടവരെ, ജെറമിയയുടെ പുസ്തകം 29:11 നമ്മൾ ഇപ്രകാരം വായിക്കുക: നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ കർത്താവ് വിളിച്ച് ഇതുപോലെ തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി ലോകം മുഴുവനും തൻ്റെ സാക്ഷിയാക്കി തൻ്റെ വചനത്തിനു വേണ്ടി നിലനിർത്തുന്ന ഒരു ജീവിതം നമ്മുടെ മുൻപിൽ ഇപ്പോൾ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വരുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഫിലോ കരേടൻ. ഫിലോ ചേച്ചി ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഷാലോം TV-യിലൂടെ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് ആദ്യ നാളുകൾ മുതൽ പ്രവർത്തിച്ചു വരുന്ന സഹോദരിയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും അനേക നാടുകളിൽ കർത്താവ് ഈ നാളുകളിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ചേച്ചിയുടെ സ്വന്തം വീട് ബെൽത്തങ്ങാടി രൂപതയിലാണ്. എങ്കിലും വർഷങ്ങളായിട്ട് ഇപ്പോൾ ആരാധനാ മഠത്തിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഒരു നിമിഷം ചേച്ചിയെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാലും നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നും ജീവിക്കുന്ന ഈശോയെ, ഞാൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി, നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, എൻ്റെ നല്ല ഈശോയെ, പല സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദിവ്യനാഥ, ഈ ഷാലോം TV-യെയും ഇതിൻ്റെ പുറകിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും വേദനകളും ദുഃഖങ്ങളും ആകുലതകളും നിരാശകളും ജീവിത പ്രശ്നങ്ങളും അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ. ഇന്നും ജീവിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഈശോയെ, ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാവേ, അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യൗസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് മധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലെ മാലാഖമാരെ, വിശുദ്ധ ഗണങ്ങളെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയുടെ അടുത്ത് മധ്യസ്ഥം വഹിക്കണമേ. ഈശോയെ, അവിടുത്തെ പ്രിയപ്പെട്ട അമ്മയുടെയും വളർത്ത പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ. അങ്ങയുടെ മുറിവേറ്റ കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്ലാഡിസ് എൻ്റെ പേരും വീട്ടുപേരും ഒക്കെ പറഞ്ഞു. ഞാൻ ആരാധനാ മഠത്തിലാണ് താമസിക്കുന്നത്. 45 കൊല്ലമായിട്ട് ആരാധനാ മഠത്തിൽ, കിളിയന്ത്ര എന്ന് പറയും, ഇരിട്ടി അടുത്തുള്ള ഒരു മഠത്തിലാണ് ഞാൻ താമസിക്കുന്നത്. വീട് പറഞ്ഞു കഴിഞ്ഞു, കർണാടക വെളുത്തങ്ങാടി രൂപത. എൻ്റെ ചാച്ചൻ ജീവിച്ചിരിക്കുന്നു. 101 വയസ്സ്. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. ഞങ്ങൾ 5 മക്കളാണ്. എൻ്റെ മൂത്തത് ഒരാങ്ങള, 4 പെൺകുട്ടികൾ. അതിൽ മൂത്തതാണ് ഞാൻ. ഞാനിവിടെ പങ്കുവെക്കുമ്പോൾ ഈശോ എൻ്റെ കൊച്ചു ജീവിതത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ
ഒപ്പം എന്നിലൂടെ പ്രവർത്തിച്ച ചില കാര്യങ്ങളുമായിരിക്കും പങ്കുവയ്ക്കുക. ഒപ്പം 1-2 വചനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെ എപ്പോഴും സ്പർശിക്കുന്ന ഒരു കാര്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എല്ലാവരും അതൊന്ന് പറഞ്ഞ്, എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, ഈശോ നമ്മെ ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം മാതാവിനോട് ആവശ്യപ്പെട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈശോയുടെ അമ്മയാകാവോ. മാതാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഭയമുണ്ടായി, ഒത്തിരി സംശയങ്ങളുണ്ടായി. എല്ലാത്തിനും ഉത്തരം മാലാഖയോട് തന്നെയാണ് ചോദിച്ചത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വന്നു കഴിയുമ്പോൾ നമ്മളല്ലാതെ ആയി മാറുകയാണ്. അത്രയും ആ കാര്യം പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ വീട്ടിൽ എല്ലാവരും പഠിച്ചവരാണ്. എൻ്റെ ആങ്ങളെ അനുജത്തിമാരും, ഒരനുജത്തി റവറൻഡ് സിസ്റ്ററാണ്, ഒരാൾ നേഴ്സാണ്. അങ്ങനെ എല്ലാവരും അത്യാവശ്യം പഠിച്ചവരാണ്. എന്നെ എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചില്ല. സ്വാഭാവികമായിട്ട് 4 പേരെയും പഠിപ്പിച്ച് എന്നെ മാത്രം പഠിപ്പിക്കാത്തപ്പോൾ മാതാപിതാക്കളോട് നമുക്ക് എന്ത് തോന്നും? ഭയങ്കര വെറുപ്പാണ്. നിങ്ങൾക്കുണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് വെറുപ്പായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്തെങ്കിലും കാര്യത്തിന് മോളെ വേഗം വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലോർക്ക് ഇപ്പം അങ്ങനെ അങ്ങ് വരുന്നില്ല, പഠിപ്പിച്ചവരെ വിളിക്കാൻ പാടില്ലെന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. എൻ്റെ മാതാപിതാക്കളോട് ഉണ്ടായിരുന്ന ദേഷ്യം കൊണ്ടാണ് ഞാൻ ആരാധന മഠത്തിലേക്ക് വരാൻ കാരണം. ദൈവകൃപയാൽ ഇന്ന് അത്രയൊന്നും ഇല്ല. എൻ്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് ആളുള്ളപ്പോഴാണ് ആരാധന മഠത്തിൽ അടുക്കളപ്പണിക്കായിട്ട് ഞാൻ വന്നത്. എൻ്റെ മാതാപിതാക്കൾ നല്ലപോലെ എതിർത്തു. എന്നാലും അവരെ പാഠം പഠിപ്പിക്കണമെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു, അവരെ പാഠം പഠിപ്പിക്കണമെന്ന്. പഠിച്ചത് ഞാൻ തന്നെ ആയിപ്പോയി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, പലപ്പോഴും നമ്മൾ കുത്തുന്ന കുഴിയിൽ തന്നെ നമ്മൾ ചാടും എന്ന്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഓർത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഓർത്ത കാര്യങ്ങൾ. അങ്ങനെ ആരാധന മഠത്തിൽ നല്ല ഒരു പണിക്കാരിയായി എവിടെ ഇരിപ്പുണ്ട്, ആരാധനക്കാർ സിസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ ഞാൻ കഞ്ഞി വെച്ച് കൊടുത്തതാണ്, മുഖം കാണാം എനിക്ക്. അപ്പോൾ അങ്ങനെ നല്ലൊരു വേലക്കാരിയായി മുന്നോട്ട് പോയി. 13 കൊല്ലം, വലിയ കുഴപ്പമില്ലാതെ 10 കൊല്ലം, പിന്നെ ചെറിയ കുഴപ്പത്തോടെ 2-3 കൊല്ലം കൂടെ. ഇങ്ങനെ എനിക്ക് 2 വൃക്കയുടെയും പ്രവർത്തനം നിന്ന് പോയി. 2 വൃക്കയും പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ആളുടെ കാറ്റ് പോകും. അങ്ങനെ 80-ൽ ഞാൻ ഒരു രോഗിയായി. ഇരിട്ടി പ്രദേശത്ത് അതുപോലെ ഉള്ള വലിയ ഹോസ്പിറ്റലുകളിൽ എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ കയറ്റി ഇറക്കി. എല്ലാ ഡോക്ടേഴ്സും ഒരു റിസൾട്ടാണ് പറഞ്ഞത്, ഈ കുട്ടി വൈദ്യചികിത്സയെ ജീവിക്കില്ല എന്ന്. പിന്നെ എന്നെ ചികിത്സിക്കാൻ എളുപ്പത്തിന് ഇന്ത്യയിൽ ഒരു ബെസ്റ്റ് ഡോക്ടർ ആയിരുന്നതാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തോമസ് മാത്യു എന്ന് പറയുന്ന ഡോക്ടർ. ഇപ്പോൾ റിട്ടയർഡായി. അങ്ങനെ 81-ലാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യമായി കയറി ചെല്ലുന്നത്. മെഡിക്കൽ കോളേജായിട്ട് തന്നെ 81, 82 മെഡിക്കൽ കോളേജിൽ തന്നെ കഴിഞ്ഞുകൂടി. ഞാൻ മരിക്കാതെ ആയപ്പോൾ എൻ്റെ ഡോക്ടർ എൻ്റെ മദർ പ്രൊവിൻഷ്യലിനെ അറിയിച്ചു, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സാധിച്ചു കൊടുക്കുക, എന്നിട്ട് ആ കുട്ടി മരിക്കട്ടെ എന്ന്. എൻ്റെ പ്രൊവിൻഷ്യലമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോളെ എന്താ ആഗ്രഹമുള്ളേ? ഇതൊരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുമോ? അന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹം ഒരു സിനിമ കണ്ട് മരിക്കണമെന്നുള്ളതായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 2 കൊല്ലമായോളം ഞങ്ങളുടെ വീട്ടിലൊക്കെ കറണ്ട് കിട്ടിയിട്ട്. പഴയ കാലത്ത് മഠങ്ങളിലൊന്നും TV ഒന്നുമില്ല, ഇപ്പം എല്ലാ മഠത്തിലും TV ഉണ്ട്. അപ്പം ഞാൻ ഈ സിനിമയൊന്നും കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് വാർഡിലാണ് ഞാൻ കിടന്നിരുന്നത്. അപ്പോൾ 4 സ്ത്രീകളായിരുന്നു അടുത്ത് കിടന്നവർ.
അവർ സിനിമാ കഥ പറഞ്ഞ് എന്നെ ഭ്രാന്ത് കയറ്റി. അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമ കണ്ട് മരിക്കണമെന്ന് എൻ്റെ പ്രിൻസിപ്പലിനോട് ചോദിക്കാനായിട്ട് കാരണം. അത് ഓപ്പോള് എന്ന പേരുള്ള ഒരു സിനിമ അന്ന് ഓടിക്കൊണ്ടിരുന്ന ആ കഥ തന്നെയാണ് ഞാൻ ചോദിച്ചത്. അന്ന് സിസ്റ്റേഴ്സിന് സിനിമ കാണാൻ പുറത്തു പോകാനൊന്നും അനുവാദം ഇല്ലായിരുന്നു. എങ്കിലും ഈ വേലക്കാരി നല്ലൊരു കൊച്ചായതുകൊണ്ട് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവർ തീരുമാനിച്ച് 2 പേര് കൂടി എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി. കിടക്കാൻ തലോണി, ഛർദ്ദിക്കാൻ ബക്കറ്റുമായിട്ടാണ് ഞാൻ സിനിമ തിയേറ്ററിൽ കയറുന്നത്. നിങ്ങൾക്കറിയാം, സിനിമ തിയേറ്ററിൽ പോയിട്ടുള്ള എല്ലാവരുമായിരിക്കും. അപ്പോൾ അതിനകത്ത് കയറി കഴിയുമ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി വലിയ സൗണ്ടാണ്. ഇത് സൗണ്ട് അങ്ങ് തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് ഛർദി അങ്ങ് കൂടി. കാരണം നമുക്കിതൊന്നും താങ്ങാൻ പറ്റില്ല. ഒരു തുള്ളി യൂറിൻ പോയിട്ട് 6 മാസം. അപ്പോൾ വേദന കൊണ്ട് ഇങ്ങനെ അങ്ങ് പെടയുന്ന എനിക്ക് ഇത് കാണാനോ കേൾക്കാനോ പറ്റാതെയായി. അപ്പോഴും ഞാൻ വഴക്കായി, എന്നെ ഒന്ന് പുറത്തിറക്കി കൊണ്ടുപോകാവോ എന്ന്. ഈ ലൈറ്റ് ഓഫാക്കിയതുകൊണ്ട് ശരിക്കും കാണത്തൊന്നുമില്ലല്ലോ. എൻ്റെ സിസ്റ്റേഴ്സ് പറഞ്ഞ്, മോളെ പറ്റുന്ന എത്രയും ഇരിക്കി. നമുക്ക് ഇരിക്കാൻ പോയിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വഴക്കായി. അങ്ങനെ എൻ്റെ വഴക്ക് കൊണ്ട് എൻ്റെ പ്രിൻസിപ്പൽ തന്നെ അവിടുത്തെ വാതിൽക്കൽ നിൽക്കുന്ന ആളോട് പറഞ്ഞു, ഒന്ന് ഇറക്കി വിടാവോ. അങ്ങനെ അയാൾ ഒരു ടോർച്ചൊക്കെ ആയിട്ട് വന്ന് എന്നെ പുറത്തിറക്കി വിട്ടു. അപ്പോൾ അവർ ഒരു വാക്ക് പറഞ്ഞു, ചാകാൻ കിടക്കുന്നതിനെ ഒന്നും സിനിമയ്ക്ക് കൊണ്ടുവന്നേക്കരുതെന്ന്. അതെൻ്റെ മനസ്സിൽ കൊണ്ടു. ആ വാതിൽക്കൽ നിൽക്കുന്ന ആൾ പറഞ്ഞതാ, ചാകാൻ കിടക്കുന്നതിനെ സിനിമയ്ക്ക് കൊണ്ടുവരുന്നത്. പോയി. വീണ്ടും ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. നാളുകൾ പിന്നിട്ടു. 82 മാർച്ചിൽ എൻ്റെ ജനറൽ കൗൺസിലറായിരിക്കുന്ന ഒരു സിസ്റ്റർ എന്നെ കാണാനായിട്ട് വന്നു. ഇവരൊക്കെ സ്നേഹം കൊണ്ട് കാണാൻ വരുന്നതാണ്. അപ്പം എന്നോട് ചോദിച്ചു, മോളെ എന്താ ആഗ്രഹമുള്ളേ? അന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ധ്യാനം കൂടി ചാകുക എന്നുള്ളത്. ഞാൻ അമ്മ എന്നാണ് അവരെ വിളിക്കുന്നത്. അമ്മേ, ഒരു ധ്യാനം കൂടിയാൽ മതി. 81, 82 നിങ്ങൾക്കറിയാം, ഇതുപോലെ ധ്യാന സെൻറ്ററുകളൊന്നും ഇല്ല. 1-2 സെൻറ്ററുകളൊക്കെ ഉള്ളൂ. പിന്നെ കരിസ്മാറ്റിക് ധ്യാനം 75-ലാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പം ഇതുപോലെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നടക്കുന്നില്ല. എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് ധ്യാനം കൂടിയവർക്ക് ഇളകിയിട്ടുണ്ടെന്ന്, അല്ലെ ഉരുണ്ട് വീഴുന്നു, പരിശുദ്ധാത്മാവിനെ കിട്ടുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് കരിസ്മാറ്റിക് ധ്യാനത്തിന് പോവുകയാണെങ്കിൽ ഉരുണ്ട് വീണ് ചാകാം. അതല്ലെങ്കിൽ ഇളകി കഴിഞ്ഞാൽ, അല്ലെ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പിടയ്ക്കൂന്നും വിറയ്ക്കൂന്നും ഒക്കെ തുള്ളൂന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും കാണിച്ചാൽ ഈ വയറൊന്ന് പൊട്ടിക്കിട്ടൂലോ, അങ്ങനെ ചാകാമെന്ന് ഞാൻ കരുതി എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ സിസ്റ്ററാണ്. സിസ്റ്ററിനോട് പറഞ്ഞു, അമ്മേ ഒരു ധ്യാനം കൂടി മരിച്ചാൽ മതി. ആ അമ്മ കരിസ്മാറ്റിക്കായിരുന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പിലോ നിന്നെ എങ്ങനെ കൊണ്ടുപോകാനാ മോളെ? നീ ഒരു കാര്യം ചെയ്യോ, ഡോക്ടറോട് ചോദിക്കുകയോ, ഡോക്ടർ അനുവദിക്കുകയാണെ കൊണ്ടുപോകാം എന്ന്. അവർ വിചാരിച്ചത് ഡോക്ടർ അനുവദിക്കില്ല എന്നാണ്. പിറ്റേ ദിവസം ഡോക്ടർ, ഒരു തോമസ് മാത്യു സാറ് ഒരു മർത്തോമ സഭ അംഗമാണ്. അദ്ദേഹം വാടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഞാനൊരു ധ്യാനം കൂടിയിക്കോട്ടെ? എന്നെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, പിലോ നീ നല്ല കുട്ടിയാ, മരിച്ചാൽ സ്വർഗത്തിൽ പോവും, എന്തിനാ ധ്യാനം കൂടുന്നേ? അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ സ്വർഗത്തിൽ പോകുന്ന എനിക്കറിയാം, സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ വിട്ടാൽ മതി. എന്നെ നോക്കിക്കൊണ്ടിരുന്ന സിസ്റ്റേഴ്സ് എൻ്റെ എല്ലാം ചെയ്തു തന്നിരുന്നു. അപ്പം എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങളുടെ കോൺവെൻറ്റിൽ ധ്യാനം ഉള്ളപ്പോൾ കൊണ്ടുപോയി കിടത്ത്, കുട്ടിയുടെ ആഗ്രഹമല്ലേ ഒന്ന് സാധിച്ചു കൊടുക്കുക. എനിക്കത് മതി, കിടന്നേ കൂടാൻ പറ്റൂന്ന് എനിക്കറിയാം. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. 82 മാർച്ച് 27 മരുതാങ്കര പള്ളിയിൽ ഒരു ധ്യാനമുണ്ട് എന്നറിഞ്ഞു. ധ്യാനം എടുത്തിരുന്നത് ഒരു CMI അച്ഛനാണ്, ജോസ് പാലാട്ടി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിന് എന്നെ കൊണ്ടുപോകാമെന്ന് സിസ്റ്റേഴ്സ് തീരുമാനിച്ചു. അവിടെ ഞങ്ങളുടെ മഠമുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. എല്ലാം ഒരുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് 24 എന്നെ ഇറക്കുകയാണ് എൻ്റെ സിസ്റ്റേഴ്സ്. അപ്പം ഞാൻ അവരോട് ആവശ്യപ്പെട്ടു, ഞാൻ ജോലി ചെയ്ത കോൺവെൻറ്റിൽ എന്നെ ഒന്ന് കൊണ്ടുപോകണം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയാൽ മതി, ധ്യാനത്തിന് കൊണ്ടുപോയാൽ മതി. മരുതാങ്കര പള്ളി ഇവിടെയുള്ള ചിലരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഇടവക്കാർ ഇവിടെ ഉണ്ടെന്നറിയാം. മോളിൽ ഒരു റൂം കിടപ്പുണ്ട്.
ആ റൂമിൽ വികാരിച്ചൻ കിടത്തിക്കൊള്ളാമെന്ന് അനുവദിച്ചു. അവിടെ കിടന്നുകൊണ്ട് താഴെ നടക്കുന്ന സംഭവങ്ങൾ കാണാനാണ് എന്നെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ എന്നെ കിളിയന്തറ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് എൻ്റെ എല്ലാ സാധനങ്ങളും, അവിടെ ഓർഫനേജും പിള്ളേരും ഒക്കെ ഉണ്ട്, ഓർഫനേജിലെ പിള്ളേർക്ക് എൻ്റെ എല്ലാ വസ്തുക്കളും ഞാൻ എടുത്തു കൊടുത്തു. കൂട്ടുകാർക്ക് സാരിയും മറ്റു സാധനങ്ങളൊക്കെ കൂട്ടുകാർക്ക് കൊടുത്തു. എൻ്റെ സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ശവത്തെ ഉടുപ്പിക്കേണ്ട സാരി എടുത്ത് അവരെ ഏൽപ്പിച്ചു. ഇനി ഞാൻ ഇതുപോലെ വരില്ല, എൻ്റെ ശവത്തെ ഇത് ഉടുപ്പിച്ച് അടക്കണം എന്ന് അവരോട് ഞാൻ പറഞ്ഞു. എൻ്റെ ശവത്തെ വെക്കേണ്ട മുടി ഞാൻ അവരെ പറഞ്ഞ് ഏൽപ്പിച്ച്, ഇന്ന മുടി ഉണ്ടാക്കി എൻ്റെ ശവത്തെ വെക്കണം കേട്ടോ, അല്ലാത്ത മുടിയൊന്നും വെക്കണ്ട എന്ന്. എനിക്ക് അങ്ങനെ വലിയൊരു ആദർശങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ കിളിയന്ത്രയിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് കരയിപ്പിച്ച് ഞാൻ ആ മഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ തലശ്ശേരിയിൽ, അന്ന് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് തലശ്ശേരിയിലായിരുന്നു, ഇപ്പം കിളിയന്തറ തന്നെയാണ്. ഞാൻ പ്രൊവിൻഷ്യൽ ഹൗസിൽ കിളിയന്ത്രയും തലശ്ശേരിയുമായിട്ട് ഏതാണ്ട് 10-30 രൂപ ബസ് ടിക്കറ്റാണ്. അവിടെ വന്ന് കയറുമ്പോൾ എൻ്റെ പ്രൊവിൻഷ്യൽ തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, മോളെ ധ്യാനം ക്യാൻസൽ ചെയ്തു പോയി, അറിയിക്കാൻ പറ്റിയില്ല എന്ന്. എൻ്റെ ചങ്കിനകത്ത് ഇടി വെട്ടുന്ന പോലെ എനിക്ക് തോന്നി, ദൈവമേ നീ എന്നെ കൊല്ലൂല്ലേ. പിന്നെ നിങ്ങൾക്കറിയാം, സിസ്റ്റേഴ്സല്ലേ, അവർ ഉപദേശം തുടങ്ങി. നല്ല നല്ല ഉപദേശങ്ങൾ അവർ പറഞ്ഞ് എന്നെ കൊണ്ടുപോയി കിടത്തിയിട്ടും അവർ ഉപദേശം തന്നു. അവർ പറഞ്ഞു, ഒരെണ്ണം ഞാൻ നിങ്ങളോട് പറയാണ്, ദൈവം എല്ലാ നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യുള്ളൂ. ഒന്ന് ശ്വാസമെടുക്കാൻ പറ്റാതെ കിടന്ന് പിടയുന്ന എന്നോട് റോമ 8:28 എല്ലാവരും വായിച്ചിട്ടുണ്ടാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി. അത്രയൊന്നും പറഞ്ഞില്ല, ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടിയാ. അതൊരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഞാൻ ഓർത്തു, ഇവർക്കിത് വന്നാൽ അറിയാം ഇത് നന്മയാണോ ഇല്ലേന്ന്. ഞാൻ ഓർത്തതാ നിങ്ങളോട് പറയുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ പ്രൊവിൻഷ്യലിന് മനസ്സിലായി ഞാൻ നിരാശ കൊണ്ട് മരിക്കുമെന്ന്. അപ്പം അവരൊരു തീരുമാനമെടുത്തു, മരുതാങ്കര ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, നമുക്ക് അവിടെ കൊണ്ടുപോകാം, അവർ വല്ലതുമൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സ് മാറി മരിക്കട്ടെ എന്ന് തീരുമാനിച്ച് എന്നെ മരുതാങ്കരയ്ക്ക് അവർ കൊണ്ടുവന്നു. മരുതാങ്കര വന്ന് കയറുമ്പോഴേ അവിടെ ഒരു വാടക വീട്ടിൽ കുറച്ച് പേരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ലീഡറിൻ്റെ പേര് തൊമ്മച്ചൻ മലയപ്പറമ്പിൽ എന്നാണ്. ബാക്കി കുറച്ച് പേര്. എന്നെയും കൊണ്ടുപോയി ബക്കറ്റും തലോണയൊക്കെ ആയിട്ട് കൊണ്ടുപോയി ഒരു സോഫയിൽ കിടത്തി. ഞാൻ കിടന്ന് ഛർദ്ദിക്കുന്ന കണ്ടപ്പോൾ ഈ തൊമ്മച്ചായനെ എന്നോട്, ഞങ്ങളൊക്കെ തൊമ്മച്ചായ എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയുന്നത് കേട്ടോ. തൊമ്മച്ചായനെ എന്നോട് സിസ്റ്ററിനോട് പറഞ്ഞു, ഇത് കിടന്ന് വിഷമിക്കുന്ന കാണുന്നില്ലേ സിസ്റ്ററെ, കൊണ്ടുപോയി കിടത്ത് എന്ന്. അപ്പോൾ ഈ സിസ്റ്റർ ചോദിച്ചു, തൊമ്മച്ച എപ്പോഴാ പ്രാർത്ഥിക്കുന്നേ? അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു, പറ്റിയെങ്കിൽ നാളെ 10 മണിക്ക് ശേഷം പ്രാർത്ഥിക്കാം എന്ന്. അദ്ദേഹം വിചാരിച്ച് നേരം വിളിക്കണ മുമ്പ് എൻ്റെ കാറ്റ് പോകൂ എന്നാണ്. അങ്ങനെ എന്നെ അവരവിടെ കൊണ്ടുപോയി കിടത്തി. നേരെ എനിക്ക് ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, പണ്ടത്തെ ഭാഷാവരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും, പട്ടക്കം പൊട്ടിക്കുന്ന പോലെയല്ലേ. ഇവർ ഈ ബഹളം വെക്കുന്ന കേട്ടപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ നിത്യാരാധനയുള്ള മഠത്തിലാണ്, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സിസ്റ്റേഴ്സ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ട് വളർന്ന എനിക്ക് ഒന്നും മനസ്സിലാകാതെ വെറുതെ ഇവർ പെറുപെറുവെന്ന് വെക്കുന്നു. ഈ പെറുപെറുക്കുന്ന എന്തിനാ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ അവർ കൊണ്ടുപോയി കിടത്തി. പിറ്റേ ദിവസം നേരം വെളുത്തു. ഈ സിസ്റ്റർ എന്നെ ഒരുക്കി 10:30 കൊണ്ടുവന്ന് സോപ്പായിൽ കിടത്തി. തൊമ്മച്ചായന് റബ്ബറൊക്കെ വെട്ടുന്ന ആളാണ്. പുള്ളി വെട്ടി പാലൊക്കെ ഉറയൊഴിച്ച് പുള്ളിയും വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരാണ് പ്രാർത്ഥന തുടങ്ങി. കുറച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ പ്രയാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വിചാരിച്ചു സിസ്റ്റർ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് പുറത്തിരിക്കും, ഞാനൊന്ന് സംസാരിക്കട്ടെ. സിസ്റ്ററിനെ പുറത്താക്കി അദ്ദേഹം ചെന്ന് വാതിലങ്ങ് അടച്ചു. ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്, മോളെ ആണുങ്ങളുടെ എഴുത്തൊക്കെ ഒറ്റയ്ക്ക് ഒരു മുറി പെട്ടേക്കരുന്ന്. ഇയാൾ വാതിലടച്ചപ്പോൾ ഞാനത് ഓർത്തു. അപ്പം ഞാൻ പതുക്കെ വിറയ്ക്കാൻ തുടങ്ങി, പേടിച്ചിട്ട്. തിരിച്ച് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ നേരെ മുമ്പിൽ ചെറിയ ഡെസ്ക് കിടപ്പുണ്ട്. ഡെസ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ നേരെ നോക്കി ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ ചോദിച്ചു, സിസ്റ്ററിനെ പുറത്താക്കി വാതിലും അടച്ചിട്ട് എന്ത് പറയാനാ വരുന്നേന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, നിനക്ക് ആങ്ങളെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആങ്ങളെ ഉണ്ട്, ആങ്ങളെ മൈസൂറിലാന്ന് ഞാൻ പറഞ്ഞു.
ഞാനാണെന്ന് ഓർക്കാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടനെ എൻ്റെ ആങ്ങളെയൊന്നും അല്ലെന്ന് പറഞ്ഞു. ചേട്ടനെ മനസ്സിലായി ഞാൻ നല്ല കൊച്ചാന്ന്. വേഗം ചെന്ന് വാതിൽ തുറന്ന് സിസ്റ്ററിനെ വിളിച്ചു. എൻ്റെ അടുത്ത് വന്നിരുന്ന് വീണ്ടും പ്രാർത്ഥന തുടങ്ങി. ഞങ്ങൾ 3 പേര് കുറച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തൊമ്മച്ചായൻ എന്നോട് ചോദിച്ചു, മോളെ ഒന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന്. എൻ്റെ ജീവിതത്തിൽ അൽമായിരാരും ആരുടെയും തലയിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അച്ഛന്മാരുടെ അടുത്തൊക്കെ വല്ലവരെ കൊച്ചു പിള്ളേരെ കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് ആണുങ്ങളെ ഒന്ന് മേത്ത് തൊടിയിച്ചേക്കരുതെന്ന്. ഞാൻ പറഞ്ഞു തൊട്ട് കളിക്കണ്ട, മാറിയിരുന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു, എടി ഞാനല്ലേ അടുത്തിരിക്കുന്നേ, തൊട്ടു എന്ന് ഓർത്ത് എന്താന്ന്. അപ്പം ഈ തൊമ്മച്ചാൻ പറഞ്ഞു, വഴക്കുണ്ടാക്കണ്ട സിസ്റ്ററെ, നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് വീണ്ടും ഇവർ പ്രാർത്ഥനയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുറിക്കകത്തൊരു പ്രകാശം കടന്നു വരികയാണ്. ഞാൻ ഓർത്തേടാ ഇതെങ്ങനെ ഈ വെട്ടം, മാർച്ച് മാസമാണ്, സൂര്യപ്രകാശമായിരിക്കും. അന്ന് അത് ഓടിട്ട വീടായിരുന്നു, ഇന്നത് വാർത്തതാണ്. അപ്പോൾ ഞാൻ ഈ ഓടിട്ട വീട്ടിൽ ചില്ലിട്ട മുറി ഓടുണ്ടോയെന്നൊക്കെ ഞാനിങ്ങനെ ഉള്ള കണ്ണ് വെച്ച് നോക്കുക. അപ്പോൾ ഈ തൊമ്മച്ചാൻ എന്നോട് ചോദിച്ചാൽ എന്താ മോളെ തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രകാശം എൻ്റെ മുഖത്ത് തെളിക്കുന്നു, നീ ഈ പ്രകാശം വരുന്നിടത്തേക്ക് നോക്ക്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവരൊരു പൊറുപൊറുന്നാണ് വെക്കുന്നത്, ഞാനും ഒരു പൊറുപൊറുന്ന് വെക്കാൻ തുടങ്ങി. അങ്ങനെ വെക്കരുതെന്ന് എനിക്കറിയാം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗ്ഗസ്വനായ പിതാവ് നന്മറിഞ്ഞറിയാൻ ഞാനും കൊന്തയൊക്കെ ചെല്ലുന്നതാണ്. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് പിടിക്കാൻ കിട്ടുന്നില്ല, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം തൊമ്മച്ചായനും മനസ്സിലായി ഞാൻ ഭാഷാപരത്തിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. സിസ്റ്ററിനോട് പറഞ്ഞു, മതി കൊണ്ടുപോയി കിടത്തുമെന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ കൊണ്ടുപോയി അവർ കിടത്തി. അന്നത്തെ പ്രാർത്ഥന അങ്ങ് തീർന്നു. പിറ്റേ ദിവസം പകല് 10:30 മണിക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഈ സോഫയിൽ തന്നെ എന്നെ കിടത്തി. പ്രാർത്ഥന തുടങ്ങി ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഹൈറ്റുള്ള നെഞ്ചുവിരിവുള്ള ഒരു തടിയൻ ഈ മുറിക്കകത്തോട്ട് കയറി വരിക. ഞാൻ അന്നത്തെ മനസ്സ് വെച്ചാണ് നിങ്ങളോട് പറയുന്നത്. അടുത്ത് വരാറായപ്പോൾ എനിക്ക് പേടിയായി. ആ കഥകില്ലാത്ത വശത്തോടെയാണ് അദ്ദേഹം വരുന്നത്. എൻ്റെ പേടി കണ്ട് തൊമ്മച്ചാൻ ചോദിച്ചു, എന്താ തോന്നുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരു തടിയൻ നമ്മുടെ മുമ്പിലെത്തി എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കും മോളെ. അദ്ദേഹം നേരെ മുമ്പിൽ വന്ന് വലത്ത് കൈ ഇടത്ത് കൈയുടെ ഇങ്ങനെ മുട്ടിന് പിടിച്ച് ഇടത്ത് കൈ താത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു, ഇതേ മുമ്പിൽ ഡെസ്കേ ചാരി നിൽപ്പുണ്ട്, വലത്ത് കൈ ഇടത്ത് കൈയുടെ മുട്ടിന് പിടിച്ചിട്ടുണ്ട്, എല്ലാം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം തൊമ്മച്ചാൻ എന്നോട് പറഞ്ഞു, മോളെ ഒന്ന് മുഖത്ത് നോക്കിയേ എന്ന്. ഞാൻ മുഖത്തോട്ട് നോക്കുമ്പം മുഖം ക്ലിയർ അല്ല. നമുക്ക് നിലാവട്ടത്തെ ഒരാളെ കണ്ട എങ്ങനെ തോന്നും അതുപോലെ എനിക്ക് തോന്നി. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു. തൊമ്മച്ചാൻ എന്നോട് പറഞ്ഞു, മോളെ ക്ഷമിക്കിടി എന്ന്. ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ട്, എനിക്ക് ആരോടും ക്ഷമിക്കാനില്ല. സിസ്റ്റേഴ്സൊക്കെ എന്നെ നല്ല കൊച്ചെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അങ്ങ് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ വഴക്കായി, ബഹളമായി. അപ്പോഴത്തേന് ഈ തൊമ്മച്ചാൻ എന്നോട് പറഞ്ഞു, നിന്നെ കാണാൻ വന്ന മനുഷ്യനാ, നീ ഒന്ന് കണ്ട എഴുന്നേപ്പിച്ച് വിടാം. അപ്പം ഞാൻ ഓർക്കുകയാണ് ഉള്ളിൽ, ഈശോ എനിക്ക് വേദനിക്കുന്നുണ്ട്, നിനക്കറിയാലോ. ഈ പ്രാർത്ഥിക്കുന്ന ചേട്ടനോ ഈ തടിയനോ ഈ സിസ്റ്ററിനോ വിവരം അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇതിനെ ഒന്ന് കാണിച്ചതായി എന്നെ രക്ഷിക്കുന്ന എൻ്റെ ഉള്ളിലൊന്ന് തോന്നി. അതെൻ്റെ തോന്നൽ വന്നപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ മുത്തുപോലെ കണ്ണുനീരൊഴുകി. ഈ നിമിഷം ഈ ഭിത്തിയിൽ ഒരു നിഴൽ ഞാൻ കാണുകയാണ്. ഈ നിഴൽ ഞാൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. 2 ഞാൻ നിങ്ങളോട് പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 1 ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കളെ വിളിച്ചാൽ ഞാൻ വേഗം വരില്ല എന്ന്. അപ്പം ഞാൻ തലയൊറിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓർക്കുന്നത്, പഠിപ്പിച്ചവരെ വിളിക്കുക, എന്നെ എന്തിനാ വിളിക്കുന്നതെന്നൊക്കെ ഓർക്കും. പിന്നെ മഠത്തിൽ 10-100 പേരുള്ള മഠമല്ലേ, ഇന്നൊക്കെ സ്വിച്ചൊക്കെ മറ്റേ കൈയല്ലേ ഉള്ളത്. വല്ല പണിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ എന്തിനെങ്കിലും മാറുമ്പോഴത്തേന് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കുമല്ലോ. വിളിക്കുമ്പോൾ പിലോ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാൻ ചൊറിയും. തുടങ്ങിയല്ലോ, കിട്ടിയതെന്തെന്ന് പോയാൽ പോരെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ തല ചൊറിയും. എനിക്ക് സിസ്റ്റേഴ്സിനോടല്ല ദേഷ്യം, ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കയറി വരുമ്പോൾ അവിടെ ഒരു സ്റ്റെപ്പുണ്ട്, അവിടെ ഒരു ചവിട്ടും ഒരു തൂക്കലൊക്കെ ഉണ്ട്. സിസ്റ്റേഴ്സ് വിചാരിക്കും നല്ല കൊച്ചായിട്ട് മണ്ണ് കളഞ്ഞതാന്ന്. അല്ല, എനിക്ക് ആ നേരത്തെ അവരോട് ദേഷ്യം ഉണ്ടായതുകൊണ്ട്. പിന്നെ ഞാനൊരു ചിരിയൊക്കെ ചിരിച്ച് കയറി ചെല്ലും, ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കും. അവർക്ക് വേണ്ട, എനിക്ക് അവരോടല്ല ദേഷ്യം, ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ ചവിട്ടി തൂക്കലൊക്കെ കഴിയുമ്പോൾ എൻ്റെ ദേഷ്യം പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളൊക്കെ ഓർത്താൽ മതി, അരിച്ചം വരുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, എൻ്റെ ഈശോ എന്നോട് ക്ഷമിക്കണേ,
ഞാൻ മടത്തി പോയ എൻ്റെ സിസ്റ്റേഴ്സിനോട് ക്ഷമ ചോദിക്കും, വീട്ടിൽ ചെന്ന് എൻ്റെ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കും, എന്നോട് ക്ഷമിക്കേണ്ട ഈശോയെ ഞാൻ ഇനി ഇത് ചെയ്യില്ല എന്ന്. 82 മാർച്ച് 28 ഞാൻ തീരുമാനിച്ചു ചെയ്യില്ല എന്ന്. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നോടം വരെ അരിശം വന്ന് ഞാൻ ചൊറിഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് അരിശം വരാറുണ്ട്, ചൊറിയണമെന്ന് തോന്നും. അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ കയ്യെ തന്നെ പിടിക്കും, എന്നിട്ട് ഞാൻ പറയും വേണ്ട, കിഡ്നി ട്രബിൾ വരുമെന്ന്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചവിട്ടി തൂക്കണമെന്ന്. ഞാൻ എൻ്റെ കാലെ തന്നെ കൊട്ടും, എന്നിട്ട് ഞാൻ എന്നോട് പറയും വേണ്ട, ഇരുമ്പാണിയെ തൊഴിച്ചാൽ നിന്റെ കാലേ മുറിയോളൂ, അതുകൊണ്ട് നീ തൊഴിക്കണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനം എടുത്താൽ ചെയ്യാതിരിക്കാൻ പറ്റും. അതിനുള്ള പവർ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കും തീർച്ചയായിട്ടും. അതങ്ങ് കഴിഞ്ഞു പോയി. ഒരു സെക്കൻഡ് കൊണ്ട് പിന്നെ ഞാൻ ആ നിഴൽ കാണുന്നില്ല. ഈ മനുഷ്യന് ഈ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻ്റെയും കാലിൻ്റെ നടുക്കായിട്ട് നിലത്തൊരു മണ്ണര കിടക്കുന്നു. ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ മണ്ണരേനെ ഇടത്തര ഉറുമ്പ് കടിക്കുന്നു, ഇത് കിടന്ന് ഇങ്ങനെ പൊളയുന്നു. അപ്പം ഞാൻ ഓർക്കുകയാണ്, അല്ല ഈ തടിയന് ഈ ചെരുപ്പ് വെച്ച് ഒരു ഞെക്കിയാൽ അത് ചത്തുപോകുമല്ലോ, ഇതിനെ തോണ്ടി വെള്ളത്തിലിട്ടാൽ ഇത് എഴഞ്ഞു പോകുമല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു. ഒരു മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ വീണ്ടും തോന്നുകയാണ്, ഞാനും ഇങ്ങനെ പിടഞ്ഞ് മരിക്കണം, ഞാൻ ജീവിക്കില്ല എന്ന് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു. ആ നാളുകളിൽ നമ്മുടെ കേരളത്തിലൊന്നും വൃക്ക മാറ്റി വെക്കാൻ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് സ്വന്തമായി ഹോസ്പിറ്റലുണ്ട്. ഞങ്ങളെന്ന് പറയുന്നത് എൻ്റെ അപ്പനല്ല, ആരാധന മഠമാണ് കേട്ടോ. ആരാധന മഠത്തിന് സ്വന്തമായി ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ ഡോക്ടർ സിസ്റ്റർ വന്ന് തോമസ് മാത്യു സാറിനോട് പറഞ്ഞു, ഞങ്ങൾ വൃക്ക മാറ്റി കൊടുക്കാം, മദ്രാസ് അപ്പോളയിൽ മാറ്റുന്നുണ്ട്, അവിടെ കൊണ്ടുപോകട്ടെ എന്ന്. IBP എക്സ്റേ എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങളൊരു ഡോക്ടറാണോ? മനുഷ്യന് വേണ്ട അഭയം ഈ കുട്ടിക്ക് ഇല്ല, ഈ കുട്ടി മരിക്കട്ടെ എന്നാണ് എൻ്റെ കേക്ക് പറയുന്നത്. ആ കാര്യം എൻ്റെ മനസ്സിൽ കൂടെ കടന്നു വരികയാണ്. ഈ മണ്ണരേനെ ഇതുപോലെ ഉറുമ്പ് കടിച്ചു കൊല്ലുന്ന പോലെ എന്നെ രോഗം ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇങ്ങനെ പിടഞ്ഞു മരിക്കണം, ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഞാനും മണ്ണരെ ഒന്നാന്ന് എനിക്ക് ഫീൽ ചെയ്യാണ് പ്രിയപ്പെട്ടവരെ. സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ഈ വലത്ത് കൈ എടുത്ത് ആ മനുഷ്യൻ എൻ്റെ നേരെ ഒന്ന് നീട്ടി. കൈയുടെ കുഴയുടെ താഴെയായിട്ട് ഒരു ചെറിയ ചുമന്ന പൊട്ട് കുത്തിയേക്കുന്ന പോലെ നമുക്ക് കാണാം. കൈയുടെ കുഴ കണ്ട ഉടനെ എൻ്റെ കണ്ണ് അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് പോയി. ഒത്തിരി വാത്സല്യത്തോടെ അദ്ദേഹം എന്നെ ഇങ്ങനെ ഒറ്റ നോക്കുകയാണ്, ചൊടി കിടന്ന് ഇങ്ങനെ പിടയ്ക്കുകയാണ്. എനിക്ക് മുഖവും ഷേപ്പും താടിയും എല്ലാം മനസ്സിലായി. ഞാൻ അറിയാതെ എൻ്റെ ഈശോ എന്ന് വിളിച്ചു. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൊമ്മച്ചാൻ ചോദിച്ചു, എന്താ മോളെ? അപ്പം ഞാൻ കയ്യിൽ പൊട്ടും മുഖവും താടിയും കണ്ണും എല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹം കൈ ഇങ്ങെടുത്തു, 2 അടി അങ്ങ് മാറി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തെ പിന്നെ ഞാൻ കണ്ടില്ല. അവരെന്നെ കൊണ്ടുപോയി കിടത്തി. പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ മനുഷ്യൻ മുറിക്കകത്ത് വരികയാണ്. വലത്ത് കൈയിൽ ഒരു വലിയ പന്തുണ്ട്, ഇടത്ത് കൈ വലത്ത് കൈയുടെ അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. പന്ത് ഇങ്ങനെ കറക്കിക്കൊണ്ടാണ് വരുന്നത്, ചലിപ്പിച്ചുകൊണ്ട്. എൻ്റെ അടുത്ത് വന്ന് നിന്ന് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ആ കൈ ചലിക്കുന്നില്ല, അനങ്ങാതെ നിൽക്കുക. ഈ പന്തിൽ നിന്നൊരു ശക്തി എന്നിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പം ഞാൻ ഇവരോട് ഇതെല്ലാം പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ കാണുന്നതല്ല. അപ്പം ഈ തൊമ്മച്ചാൻ എന്നോട് ചോദിച്ചു, ഡയാലിസിസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ട്. ഇത് ഡയാലിസിസ് ആണോ എന്ന് ചോദിച്ചു. എനിക്കറിയാം 5 മണിക്കൂർ ഒരു മിഷ്യൻ്റെ മുമ്പിൽ കിടന്ന് ബ്ലഡ് വലിച്ചെടുത്ത് ശുദ്ധി എന്താ ഡയാലിസിസ്, ഇതാണോ ഡയാലിസിസ്? ഞാൻ ഒന്നും വേണ്ടിയില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ പന്തിൻ്റെ ശക്തി നിന്നു. അദ്ദേഹം ഒരു ഊറിയ ചിരിയും ചിരിച്ച് അദ്ദേഹം അങ്ങ് പോയി. പ്രാർത്ഥനയും നിർത്തി എന്നെയും കൊണ്ടുപോയി കിടത്തി. പിറ്റേ ദിവസം വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരികയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഗ്രൂപ്പിലുള്ള പലരും വന്നിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഈ മനുഷ്യൻ മുറിക്കകത്ത് വരികയാണ്. വരുമ്പോൾ ഇടത്ത് കയ്യിൽ ഒരു കമ്പുണ്ട്, ഒരു ഇല്ലിയുടെ കഷ്ണം പോലെ നമുക്ക് തോന്നും. വലത്ത് കയ്യിൽ സൂചി നൂലും കാണാം, നൂലിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അടുത്ത് വന്ന് നിന്ന് ഈ കമ്പ് താത്ത് പിടിച്ച് ഒരു വളഞ്ഞ സാധനം അതോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം തയ്ക്കുകയാണ്. നമുക്ക് കണ്ട ഒരു കശുവണ്ടി പരിപ്പ് പോലെ തോന്നും. അത് തയ്ച്ചു കഴിഞ്ഞ് മറുവശത്ത് മറ്റൊന്ന് തയ്ച്ചു. ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ്.
കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സോഫയിലാണ് കിടക്കുന്നത്. എൻ്റെ നടുവിന് ആരോ കൊട്ടുന്ന പോലെ ഒരു തോന്നൽ, വേദനയല്ല ഒരനക്കം. ഞാൻ അപ്പോൾ എൻ്റെ ഈശോ എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. സിസ്റ്ററിനോട് പറഞ്ഞു ഒന്ന് തൂത്ത് കൊടുക്കാം, ഒന്ന് തൂത്ത് തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ എന്തിയ മനുഷ്യൻ. അപ്പം നോക്കുമ്പോഴത്തേന് ഇദ്ദേഹം രണ്ടടി അങ്ങ് മാറി. അന്ന് എന്നെ ഗൗരവത്തിലൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു ഇന്ന് പേടിപ്പിക്കുന്ന പോലെ നോക്കുന്ന. തോമച്ചാൻ പറഞ്ഞു പേടിക്കണ്ട എന്ന്. എന്നെ കൊണ്ടുപോയി അവർ കിടത്തി. അദ്ദേഹം പോയി, പ്രാർത്ഥനയും തീർന്നു. പിറ്റേ ദിവസം ഏപ്രിൽ 1-ാം തീയതിയാണ്. ഏപ്രിൽ 1-ാം തീയതി മരുതാങ്കര ഗ്രൂപ്പിലുള്ള ഏതാണ്ട് 15 പേരും ഞാനും കൂടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് തൊമ്മച്ചായൻ ഒരു മലയാളം ബൈബിൾ കൊണ്ടുവന്ന് എൻ്റെ മടിയിൽ വെച്ച് തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടില്ല എന്ന്. എൻ്റെ വീട്ടിൽ എല്ലാവരും പഠിച്ചിരിക്കുന്ന കന്നഡ ഭാഷയാണ്, മലയാളമായിട്ട് എനിക്ക് വലിയ ടച്ചൊന്നുമില്ല. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു ഇതൊന്നും പഠിക്കണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഒന്ന് തുറക്ക്. പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ബൈബിൾ അങ്ങ് തുറന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായമാണ് എനിക്ക് കിട്ടിയത്. ഈശോ ആദ്യം ചെയ്ത അത്ഭുതം കാനായിലെ കല്യാണം. എനിക്കിതിൽ നോക്കിയപ്പോൾ ഈശോ ചെയ്ത അത്ഭുതമാണെന്നോ യോഹന്നാന്റെ സുവിശേഷമാണെന്നോ അതെനിക്ക് വായിക്കാനായിട്ട് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഞാൻ വായിച്ചു എന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റില്ല. ആ അധ്യായം മുഴുവൻ ഞാൻ വായിച്ചു. അദ്ദേഹം ബൈബിൾ അവിടെ മടക്കി അവിടെ വെച്ചിട്ട് എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു വേഗം മടത്തി കൊണ്ടുപോക്കോ, ഇനി ഇവിടെ നിർത്തണ്ട എന്ന്. അന്ന് തന്നെ എന്നെ കിളിയന്തറയ്ക്ക് കൊണ്ടുപോയി. ഏപ്രിൽ 1-ാം തീയതി തന്നെ. അവിടെ ചെന്നപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോന്നല്ലേ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം മരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാനൊക്കെ ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ ഇതൊക്കെ എന്നെ അങ്ങ് വല്ലാതെ ചിന്തിപ്പിച്ചു. അന്ന് ഞാൻ പ്രാർത്ഥന തുടങ്ങി. 82 ഏപ്രിൽ 4-ാം തീയതി പെസഹയായിരുന്നു. എനിക്ക് ഈശോയുടെ ഒരു വാക്കുണ്ടായിരുന്നു, ഈശോയെ ഈ കൊല്ലം പെസഹയ്ക്ക് നീ എന്നെ കൊണ്ടുപോകണമെന്ന്. അപ്പം 2-ാം തീയതി ഞാൻ പ്രാർത്ഥന തുടങ്ങി, ഈശോയെ നീ നാളെയെങ്കിലും എന്നെ കൊന്നിരിക്കണം. ഇതാണ് എൻ്റെ കണക്കുകൂട്ട്. അങ്ങനെ രാത്രിയായി, വൈകുന്നേരമായി, എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചാപ്പലിൻ്റെ അടുത്ത് ഒരു മുറിയിൽ എന്നെ കിടത്തിയിരുന്നത്. കാരണം എല്ലാവർക്കും വരുന്നവർക്ക് കാണാൻ സൗകര്യത്തിന്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നിരങ്ങി ചാപ്പലിലേക്ക് കയറി ഒരു കസേരയിലൊന്ന് ഇരുന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വാവിട്ടങ്ങ് കരയാൻ തുടങ്ങി. ഈശോ നീ എന്താണ് എന്നെ കൊല്ലാത്തത്? ഇതാണ് എൻ്റെ വാക്കുകൾ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സക്രാരിയുടെ അടുത്തുനിന്ന് ഒരു പുരുഷ സ്വരം ഞാൻ കേൾക്കുകയാണ്, പിലോ എന്തിനാണ് മരിക്കണമെന്ന് പറയുന്നത്. ഞാനങ്ങ് പേടിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഇത് സാത്താനാന്ന് ഞാൻ തീരുമാനിച്ചു. അല്ലാതൊരു സ്വരം കേൾക്കാൻ വഴിയില്ലല്ലോ. അപ്പം പിന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ പേടിച്ചിട്ട് ഇരുന്ന സ്ഥലത്ത് നിന്ന് പതുക്കെ ഒന്ന് എഴുന്നേറ്റപ്പോഴത്തേന് ഈ സ്വരം എന്നോട് പറയാണ്, മോളെ രോഗം കൊണ്ടല്ലേ, മരുന്ന് കഴിക്കുന്നോണ്ടല്ലേ. എൻ്റെ ഉള്ളിൽ അതേ എന്ന് ഉത്തരം വന്നെങ്കിലും എനിക്കത് പറയാനായിട്ട് കഴിഞ്ഞില്ല, പേടിച്ചിട്ട്. 2 ജോഡ് ഞാൻ വെച്ചപ്പോഴത്തേന് ഞാൻ വാതിക്കെ എത്തി. ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഈ സ്വരം എന്നോട് വീണ്ടും പറയാണ്, ഇന്ന് മുതൽ നീ മരുന്ന് കഴിക്കണ്ട, എനിക്ക് വേണ്ടി കുറച്ച് നാൾ ജീവിക്കുക. ഒരു കണക്കിന് ഞാൻ എൻ്റെ മുറിയിലെത്തി. ഇത് ദൈവമാണോ സാത്താനാണോ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ തോന്നുകയാണ്, ദൈവമാണെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കരുത്, സാത്താനാണെ അവരെടുക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് ആര് കേൾക്കാനാ. അങ്ങനെ ഞാൻ അങ്ങ് വിട്ടു. അന്ന് 82 ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നതുകൊണ്ട് സിസ്റ്റേഴ്സ് വലിയ സൈലൻസ് ആണ്. എല്ലാവരും ഓർത്തു മറ്റേ ആളെടുത്തു 3 നേഴ്സുമാർ എൻ്റെ മഠത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം 500ഓളം രൂപയുടെ മരുന്ന് ഞാൻ എടുത്തുകൊണ്ടായിരുന്നത്. ഒന്നും ഞാൻ എടുത്തില്ല. അത് 3 ദിവസം. അതൊരു ബുധനാഴ്ച എടുത്തില്ല, വ്യാഴാഴ്ച എടുത്തില്ല, വെള്ളിയാഴ്ച എടുത്തില്ല. ശനിയാഴ്ച എനിക്ക് നോർമലായിട്ട് അല്പം യൂറിൻ പോകാൻ തുടങ്ങി. 6 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ അധികാരികളെ വിവരം അറിയിച്ചു. അവരെനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ ശനിയാഴ്ച എടുത്തു, ഞായറാഴ്ച എടുത്തു, തിങ്കളാഴ്ച എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തോമസ് മാത്യു സാറ് കണ്ടപ്പോഴേ എന്നോട് ചോദിച്ചു എന്ത് സംഭവിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. സിസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു, മുഖത്ത് നോക്കിയിട്ട് എന്തോ മാറ്റം കാണുന്നു. ഒരു കാര്യം ചെയ്യും, പിലോട് വിശ്വാസമല്ലേ, നാളെ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം, നിങ്ങൾ ഗുളികയൊന്നും കൊടുക്കാതെ നോക്ക് എന്ന്. എന്നെ തിരിച്ചു കൊണ്ടുപോയി കിളിയന്തറയ്ക്ക്. അങ്ങനെ ഓരോ ദിവസവും എൻ്റെ ഛർദിയുടെ എണ്ണം കുറഞ്ഞു.
15 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി. ഡോക്ടർ തന്നെ എൻ്റെ ബ്ലഡ് യൂറിനും ലാബിൽ കൊടുത്തു. നല്ലൊരു റിസൾട്ട് കിട്ടി. പക്ഷെ ഞാൻ രോഗിയായിരുന്നു, നീരൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, ഛർദി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. 6 മാസം ചെക്കപ്പിനായി ഡോക്ടർ മാറ്റി നിർത്തി. 6 മാസത്തിനിടയിൽ എനിക്ക് ഡോക്ടർ തന്നെ എഴുതി തന്നു, ഞാൻ വൈദ്യശീലസയെ ജീവിക്കില്ലായിരുന്നു, ദൈവമാണ് സുഖപ്പെടുത്തിയത്. 82 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 82 ഏപ്രിൽ 2-ാം തീയതി മുതൽ ഇന്നിവിടെ ആയിരിക്കുന്ന ഈ നിമിഷം വരെ കിഡ്നി സംബന്ധമായ ഒരു രോഗവും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, ജെറമ്യയുടെ പുസ്തകത്തിലുണ്ട് 29-ാം അധ്യായത്തിൽ 11 തുടങ്ങിയ വാക്യങ്ങൾ, നിന്നെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, ഇത് നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നാശത്തിൻ്റെ പദ്ധതിയല്ല എന്ന് ഇവിടെ നിന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കും. വീണ്ടും എനിക്ക് പറയാനായിട്ട് പറ്റും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആര് പറഞ്ഞ കാര്യം അത്? ഈശോ പറഞ്ഞ കാര്യം. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആരാണ് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വൃക്ക വെച്ച് തന്ന് മലയാളം ബൈബിള് വായിക്കാൻ പഠിപ്പിച്ചത്? ഈശോ ആണ്. ഇന്ന് ജീവിക്കുന്ന ഈശോ ഒരു മനുഷ്യനായി നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് അത് നമുക്ക് തരുന്നവനാ. ഇല്ലാത്ത 2 വൃക്കയും തന്ന്, പഠിക്കാത്ത എന്നെ നന്നായി മലയാളം ബൈബിൾ വായിക്കാൻ, പഴയ നിയമവും പുതിയ നിയമവും ദൈവകൃപയാൽ ഞാൻ വായിക്കും. ഇന്ന് ബെന്നിസാർ എന്നാണല്ലോ നിങ്ങൾ വിളിക്കുന്നത്, ഞാൻ ബെന്നിച്ചാൻ എന്നാണ് വിളിക്കുന്നത്. ബെന്നിസാറും ഞാൻ ഒരേ സമയത്ത് നവീകരണത്തിലേക്ക്, ഒരേ ധ്യാനം, ഒരേ സമയത്ത് ഒരു ധ്യാനം ഞങ്ങൾ ഒന്നിച്ചു കൂടിയതാണ്. ഇന്ന് ഇതുപോലെ ഇന്ന് കന്നഡ മുതൽ ഇവിടം വരെ എന്ന് പറയാം, ഈശോ എന്നെ എടുത്തു ഉപയോഗിക്കുന്നു. എൻ്റെ മിടുക്കുകൊണ്ടല്ല. നമ്മൾ പാടി എന്താ വിശുദ്ധ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന. ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം അന്ന് തൊമ്മച്ചായൻ്റെ കരങ്ങളിലൂടെ എന്നെ സുഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളിലൂടെ, എൻ്റെ കരങ്ങളിലൂടെ ദൈവം അസാധാരണമായ സംഭവങ്ങൾ. ജർമ്മനിയിൽ 40 മിനിറ്റ് ജീവനില്ലായിരുന്ന ഒരു മനുഷ്യന് ഈശോ ജീവൻ കൊടുത്തു. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 40 മിനിറ്റ് ഇദ്ദേഹത്തിന് ജീവനില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ മിടുക്ക് കൊണ്ടല്ല, ദൈവമായ കർത്താവ് ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രോഗങ്ങള്, നമ്മുടെ വേദനകള്, എത്രയോ പേരുടെ രോഗങ്ങള്, വേദനകള് നിങ്ങൾക്കറിയാം മാറിപ്പോകുന്നു. വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന കൈകള്, മിണ്ടാത്ത മനുഷ്യര് മിണ്ടുന്നു, സംസാരിക്കാനും കഴിവില്ലാത്തവര് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി കടന്നു വരികയാണ് പ്രിയപ്പെട്ട. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അപ്പോൾ ഈശോ ഇന്ന് ജീവിക്കുന്നു. 96-ൽ ജർമ്മനിയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഈശോയുടെ മെലങ്കി കാണാനായിട്ട് അവസരം കിട്ടി. അന്ന് 47 കൊല്ലത്തിന് ശേഷമാണ് അത് കാണിക്കാനായിട്ട് വെച്ചത്. ഇപ്പോൾ എല്ലാ 10 കൊല്ലത്തിനിടയ്ക്കും അത് കാണിക്കാനായിട്ട് വെക്കും. ഞാൻ കണ്ടപ്പോൾ ഈശോ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇട്ട അതേ ഡ്രസ് എനിക്ക് പറയാൻ പറ്റും, ഈശോയുടെ ഡ്രസ്സോടെ എൻ്റെ അടുത്ത് വന്ന് വൃക്ക വെച്ച് തന്ന് ബൈബിള് വായിക്കാൻ പഠിപ്പിച്ച് കടന്നുപോയി. ജീവിക്കുന്ന ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലും നമ്മുടെ കൂടെ ഉണ്ട്. ജീവിതത്തിൽ ഞാൻ ഇന്നും വേറെ ഒരു പുസ്തകം വായിക്കില്ല, എന്നാൽ ദൈവകൃപയാൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, പിതാക്കന്മാർ തുടങ്ങി താഴെയുള്ള എല്ലാവരെയും ധ്യാനിപ്പിക്കാൻ ദൈവം ഉപയോഗിക്കുന്നു. ഈ കുശിനിക്കാരത്തിയുടെ മിടുക്കല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അന്ന് അപ്പസ്തോലന്മാരെ എടുത്ത് ഉപയോഗിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കും. അന്ന് അപ്പസ്തോലന്മാരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമൂഹത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിക്കുന്ന അനുഭവങ്ങൾ, ഇന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ കാണുന്ന കാര്യങ്ങളാണ്.
നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിക്കുന്ന എത്രയോ പേരെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നു. അപ്പം നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, ഈശോയോട് പറയാം, ഈശോയെ എൻ്റെ അരികിലേക്ക് നീ കടന്നു വരണേ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉറക്കെ ഏറ്റു ചൊല്ലുക. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ നിയോഗങ്ങളിലേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് ഉത്തരം നൽകണമേ. സഖ്യൂസിൻ്റെ കൂടെ, സഖ്യൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന ഈശോയെ, എൻ്റെ കൂടെ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജോലി സ്ഥലത്തേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. എനിക്കും എൻ്റെ കുടുംബത്തിനും, എനിക്കും എൻ്റെ ജോലിക്കും, എനിക്കും എൻ്റെ സമൂഹത്തിനും രക്ഷ പ്രദാനം ചെയ്യണമേ. എൻ്റെ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ സമൂഹം രക്ഷ പ്രാപിക്കും. എൻ്റെ ഈശോയെ, അങ്ങ് മനസ്സായാൽ ഞങ്ങളിൽ മാറ്റം സംഭവിക്കും. എൻ്റെ ഈശോയെ, അങ്ങ് മനസ്സായാൽ ഞങ്ങളുടെ കുടുംബത്തിൽ മാറ്റം സംഭവിക്കും. എൻ്റെ ഈശോയെ, അങ്ങ് മനസ്സായാൽ എൻ്റെ സമൂഹത്തിൽ മാറ്റം സംഭവിക്കും. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഒന്നിച്ചൊന്ന് ഈശോയെ സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു, കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു, ശക്തി ഓർത്ത് സ്തുതിക്കുന്നു. ഈശോയെ സ്തുതി, ആരാധന, മഹത്വം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പ്രൈസ് ദി ലോർഡ്.